സെപ്പായിലുള്ള ഡിവൈൻ വേർഡ് പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബിഷപ്പ് ബെന്നി അത് കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ചുറ്റും നോക്കുക, ഉയർന്നു നിൽക്കുന്ന ധാരാളം മലകളാണ്. ഈ മലകൾ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്നതാണ്, ലാൻഡ് സൈഡ് നടക്കുന്നതാണ്. ഇതെല്ലാം മണലാണ്. ഇതെല്ലാം താഴ്വാരങ്ങളിൽ ആളുകൾ വീടുകളിൽ താമസിക്കുന്നു. ഇപ്പോഴും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാകുന്നതാണ്. ഈ പള്ളിയുടെ നേരെ വലതുവശത്തായിട്ട് വലിയൊരു നദി ഒഴുകുന്നുണ്ട്. ഡിവൈൻ വേർഡ് ദേവാലയത്തിൻ്റെ അകത്തുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അൾത്താര പണിതുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ ഇടുവാനുള്ള പ്രീഡിയോ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ചുറുചുറുക്കുള്ള യുവാക്കന്മാരുടെ ഒരു സമ്മേളനമാണ് അൾത്താരയുടെ ആ സൈഡിലായിട്ട് കാണുന്നത്. പള്ളിയിൽ വയ്ക്കുവാനുള്ള രൂപങ്ങളാണിത്. മറിയത്തിൻ്റെ രൂപം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതെല്ലാം അൾത്താരയുടെ മുകളിലും പള്ളിയുടെ ചുറ്റുമായി വയ്ക്കുമ്പോൾ അതിമനോഹരവും ആയിരങ്ങൾ അടുത്തു വരുന്നതുമായ ഒരു അനുഭവമായിരിക്കും. യേശുപിതാവ് ഉണ്ണീശോയെ സഹായിച്ചതുപോലെ, മറിയത്തെ സഹായിച്ചതുപോലെ എല്ലാവരെയും സഹായിക്കട്ടെ. ഡിവൈൻ വേർഡ് പള്ളിയിൽ സഹായിക്കുന്ന യുവതി യുവാക്കന്മാരാണത്. അൾത്താരയുടെ മുകളിലുള്ള കുരിശാണ്. സക്രാരി വയ്ക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ആളുകൾ വന്ന് പണിയുന്നു. ഡിവൈൻ വേർഡ് പള്ളിയുടെ പണി കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് വന്നതാണ് ബെന്നി വർഗീസ്. പള്ളിയുടെ പുറകുവശത്ത് നിൽക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്ന മരങ്ങളാണ്, വനങ്ങളാണ്. ഇത് മനോജ് ആൻ്റണി വികാരിയച്ഛനാണ്. അച്ഛൻ SVD സന്യാസ സമൂഹത്തിൽപ്പെട്ടയാളാണ്. വചനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു സന്യാസവയാണ് SVD. യെർമിയ പ്രവാചകനെ ചെറുപ്പത്തിൽ വിളിക്കുമ്പോൾ പറയുന്ന ഒരു വചനം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രകാശമായി നിയോഗിച്ചു. മനോജ് ആൻ്റണി അച്ഛനെ കുറിച്ച് ഓർത്തപ്പോൾ ആ വചനമാണ് മനസ്സ്. ഇടിച്ചു തകർക്കാനും നട്ടു വളർത്തുവാനുമായി നിന്റെ അധരത്തിൽ ഞാൻ വചനം നൽകുമെന്ന് യഹോവയാണ് പറഞ്ഞത്. ആ വചനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ജീവിതം മുഴുവനും അർപ്പിച്ച് സേവനം ചെയ്യുന്ന ഈ വൈദികനെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ പള്ളിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാമോദീസ തൊട്ടിയാണ്. ഓടുപോലെ തോന്നിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ ഇവിടെ മാമോദീസ മുക്കുവാനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. മനോഹരമായ പള്ളി അങ്കണം മുഴുവനും മലകളാൽ മറച്ചിരിക്കുകയാണ്. രൂപാന്തരീകരണ മല പോലെ, ഗെത്സേമൻ തോട്ടം പോലെ മനോഹരമായ ഈ ദേവാലയം ഉണർന്നു വരട്ടെ. ദൈവവചനത്തിനു വേണ്ടി, ലോഗോസിനു വേണ്ടി, ദാബാറിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ദേവാലയം. ദൈവവചനത്തിനു വേണ്ടി, ലോഗോസിനു വേണ്ടി, ദാബാറിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട വചനം. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ചു ചേരുന്ന ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ആയിരം ചിന്തകളാൽ മനസ്സ് നിറയുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കാണണം, മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സാധിക്കുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പള്ളി പണിയുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കണം. അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദൈവത്തിനുള്ള കാഴ്ചയായി എടുക്കണം ദേവാലയ സമർപ്പണം. താങ്ക് യു വെരി മച്ച്. ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, CMI.